गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ജൂൺ 8 മുതൽ 14 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, ഇടവം 25 മുതൽ 31 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും ധനസ്ഥാനത്ത് രവിയും സഹോദരസ്ഥാനത്ത് വ്യാഴവും ബുധനും പുത്രസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കും. വഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. രോഗശമനം ഉണ്ടാകും. അസന ശയനസുഖം പ്രതീക്ഷിക്കാം. വീഴ്ച, മുറിവ് എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സ്വാതന്ത്ര്യക്കുറവ് അനുഭവപ്പെടും. സന്താന ഗുണം കുറയും. കലഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുഭയം ഉണ്ടാകും. കാര്യതടസ്സം പ്രതീക്ഷിക്കാം. കളത്രസുഖവും വിശേഷ വസ്ത്രലാഭവും ഉണ്ടാകും. ദുഷ്ചെലവിനും പേശി സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ സൂര്യനും ധനസ്ഥാനത്ത് ബുധനും വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. പലവിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. കുടുംബസൗഖ്യം വർദ്ധിക്കും. വാക്കുപാലിക്കാൻ സാധിക്കും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതകൾക്ക് യോഗം കാണുന്നു. രോഗശമനം, സമ്മാനലാഭം, ഭയം എന്നിവ അനുഭവപ്പെടും. അഗ്നി, ചൂടുള്ള വസ്തുക്കൾ എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദേഹസുഖം കുറയും. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ഗണപതിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ഗുരുവും ബുധനും സഹോദരസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് ശുക്രനും വ്യയസ്ഥാനത്ത് രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടും. സഞ്ചാര തടസ്സം, ശത്രുനാശം, സുഖം, വീഴ്ച എന്നിവ ഉണ്ടാകാം. വിജയങ്ങളും സന്തോഷവും ഉണ്ടാകും. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ദേശാന്തര ഗമനത്തിന് സാധ്യതയുണ്ട്. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. നിർഭയത്വവും ബന്ധു സമാഗമവും ഉണ്ടാകും. അലച്ചിലും മനോവിഷമവും രോഗങ്ങളും അലട്ടാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് രവിയും വ്യയസ്ഥാനത്ത് ബുധനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സം നേരിടും. പിതൃതുല്യർക്ക് അരിഷ്ടതയ്ക്ക് സാധ്യത. കലഹങ്ങൾക്കും അപമാനങ്ങൾക്കും സാധ്യത കാണുന്നു. യാത്രാക്ലേശവും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ശത്രുഭയവും രോഗവർദ്ധനവും പ്രതീക്ഷിക്കാം. ഭാഗ്യദോഷവും അർത്ഥനാശവും ഉണ്ടായേക്കാം. ഭയം, ദുഃഖം, ശത്രുനാശം, മൃഷ്ടാനലാഭം എന്നിവ ഉണ്ടാകും. പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ അനുഭവത്തിൽ വന്നു ചേരും. കർമ്മപുഷ്ടി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും മഹാവിഷ്ണുപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും അഷ്ടമത്തിൽ ശനിയും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് രവിയും ലാഭസ്ഥാനത്ത് ബുധനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാകും. പലതരത്തിലുള്ള ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യവിജയം, ഭയം, ദുഃഖം, രോഗശമനം എന്നിവ ഉണ്ടാകും. മനോദുഃഖവും ഉഷ്ണരോഗങ്ങളും ഉണ്ടാകും. വിദ്യാപുരോഗതിയും കളത്രസുഖവും പ്രതീക്ഷിക്കാം. ധനപരമായ അനുകൂലമായ കാലമാണ്. അനുഭവഗുണവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. പശുക്കൾക്കും ബന്ധുക്കൾക്കും അരിഷ്ടതയുണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ആദിത്യനും കർമ്മസ്ഥാനത്ത് വ്യാഴവും ബുധനും
വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ദാമ്പത്യസുഖം കുറയും. എല്ലാ കാര്യങ്ങളിലും മന്ദത അനുഭവപ്പെടും. ധനവർദ്ധനവും രത്നാഭരണ ലാഭവും പ്രതീക്ഷിക്കാം. കർമ്മഗുണം കുറയും. സന്താനങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ടതായി വരാം. ശത്രുശല്യം കുറയും. ഉഷ്ണരോഗങ്ങൾ, മനോദുഃഖം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഞ്ചാര തടസ്സം, ഭയം, കാര്യവിജയം, ധനനഷ്ടം എന്നിവ പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ രവിയും ഭാഗ്യസ്ഥാനത്ത് ബുധനും വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കലഹപ്രവണത ഉടലെടുക്കും. സർക്കാർ സംബന്ധമായ പ്രയാസങ്ങൾ നേരിടാം. മൃഷ്ടാന്ന ലാഭം, കർമ്മതടസ്സം, അനുഭവഗുണം, ഭയം എന്നിവയുണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. അധികാരികളുടെ പ്രീതി ലഭിക്കും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. സന്താനഗുണം കുറയും. കുടുംബസുഖവും സാമർഥ്യവും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം കുറയും. അനുഭവഗുണം വർദ്ധിക്കും. ശത്രുശല്യം കുറയും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി, ഗണപതി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് രവിയും അഷ്ടമത്തിൽ ബുധനും വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സന്താനങ്ങളെ ചൊല്ലി മനോവിഷമത്തിന് സാധ്യതയുണ്ട്. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾക്ക് സാധ്യത. മുൻകോപം നിയന്ത്രിക്കണം. മനപ്രയാസവും സ്വാതന്ത്ര്യക്കുറവും അനുഭവപ്പെടും. ധനപരമായി മെച്ചമായിരിക്കുകയില്ല. കാര്യവിജയം ഉണ്ടാകും. കർമ്മഗുണം കുറയും. ശരീരസുഖം കുറയും. ശയനസുഖം, മൃഷ്ടാന്ന ലാഭം, അനുഭവഗുണം എന്നിവ പ്രതീക്ഷിക്കാം. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, ഗണപതി പ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് രവിയും കളത്രസ്ഥാനത്ത് ബുധനും വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സുഖഹാനി ഉണ്ടാകും. മനപ്രയാസങ്ങൾ വർദ്ധിക്കും. ഗൃഹവാഹനാദികൾക്ക് അറ്റകുറ്റപ്പണി വേണ്ടി വന്നേക്കാം. പുത്രകളത്രാദി സൗഖ്യം ഉണ്ടാകും. ധനലബ്ധി പ്രതീക്ഷിക്കാം. ശത്രുശല്യം കുറയും. രോഗശമനം ഉണ്ടാകും. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. കാര്യസിദ്ധിയും ബുദ്ധിവർദ്ധനവും ഉണ്ടാകും. ശരീരസുഖം കുറയും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനി, സുഖസ്ഥാനത്ത് ശുക്രൻ, പുത്രസ്ഥാനത്ത് രവി, ശത്രുസ്ഥാനത്ത് ബുധനും വ്യാഴവും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും ആരോഗ്യവർദ്ധനവും ഉണ്ടാകും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. ശരീരസുഖം കുറയും. അകാരണമായ ശത്രുത നേരിടേണ്ടതായി വരും. കാര്യവിജയവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. ജ്വരവും ധനനാശവും പ്രതീക്ഷിക്കാം. സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ, സന്തോഷം, അമിത ചെലവ്, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. മാനസികമായ അസ്വസ്ഥതകൾ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനി, സഹോദരസ്ഥാനത്ത് ശുക്രൻ, സുഖസ്ഥാനത്ത് രവി, പുത്രസ്ഥാനത്ത് ബുധനും വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കുടുംബസ്വത്തുക്കൾ കൈവശം വന്നു ചേരാൻ കാലതാമസം ഉണ്ടാകും. ഐശ്വര്യവും ആജ്ഞാശക്തിയും ഉണ്ടാകും. രോഗങ്ങൾ വർദ്ധിക്കും. മാതാവിന് അരിഷ്ടതകൾക്ക് സാധ്യത. ജപധ്യാനാദികൾക്ക് മുടക്കം നേരിടും. സജ്ജന സംസർഗവും പുത്രലാഭവും ഉണ്ടാകാം. ദാമ്പത്യ കലഹത്തിനും ഉദരരോഗത്തിനും സാധ്യത കാണുന്നു. രോഗവർദ്ധനവ്, സർക്കാർ ഗുണാനുഭവങ്ങൾ, സന്തോഷം, ശാരീരികമായ അസ്വസ്ഥതകൾ എന്നിവ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനി, ധനസ്ഥാനത്ത് ശുക്രൻ, സഹോദരസ്ഥാനത്ത് രവി, സുഖസ്ഥാനത്ത് ബുധനും വ്യാഴവും ശത്രുസ്ഥാനത്ത് ചൊവ്വ എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരസുഖം കുറയും. എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലാകും. ധനപരമായി മെച്ചമായിരിക്കും. അനുഭവഗുണം വർദ്ധിക്കും. ഗൃഹവാഹനാദി സൗഖ്യം ഉണ്ടാകും. ബന്ധുസമാഗമവും യാത്രാഗുണവും പ്രതീക്ഷിക്കാം. നാൽക്കാലികളിൽ നിന്ന് ഭയം നേരിടും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. എല്ലാ കാര്യങ്ങളും അനുകൂലമാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക.